ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്ലിയർ. അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിരട്ടയെ കുറിച്ചിട്ടാണ്. ഇപ്പോ കുറച്ച് ദിവസമായിട്ട് 1-2 ദിവസമായിട്ട് ഒരു വൻ തരംഗം തന്നെയാണ് ഈ ഒരു ചെറിയൊരു ചിരട്ട എന്ന് പറയുന്ന സംഗതി. അപ്പോ അതിനു മുന്നേ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മള് കുറച്ച് ദിവസമായിട്ട് ഡെയിലി വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. ഞാൻ കുറച്ച് എക്സാമിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. എക്സാമിന് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നല്ല കേട്ടോ, എന്നാലും വെറുതെ ഒരു എന്താ പറയാ ചെറുതായിട്ടൊരു ബ്രേക്ക് നമ്മൾ എടുത്തു. വല്ലപ്പോഴൊക്കെ ആയിരുന്നു ഇതുവരെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മള് ഡെയിലി വീഡിയോസ് ഇടാനുള്ള പരിപാടികളിലാണ്. അപ്പൊ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു ടെക്നോളജിയുമായിട്ട് സംസാരിക്കുമ്പോൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ കണ്ടന്റിന്റെ ക്ഷാമം വളരെയധികം കൂടുതലാണ്. അപ്പോ മാക്സിമം നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല ടോപ്പിക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോ കൂടെ നമ്മൾ എന്താ പറയാ ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് ആരാണോ നമുക്ക് സജസ്റ്റ് ചെയ്തത്, അത് ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സംഭവം ഒരു അടിപൊളിയായിട്ട് തന്നെ ഡെയിലി വീഡിയോസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് വെക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിരട്ടയാണ്. ചിരട്ട സത്യം പറയുകയാണെങ്കിൽ നമ്മൾ യാതൊരു വിലയും കൊടുക്കാതെ അവിടെ ഇവിടേക്ക് തട്ടി കളിച്ച് നടക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ ആമസോണിൽ ഈ ഒരു ചിരട്ടയ്ക്ക് വില എന്ന് പറയുന്നത് 3000 രൂപയാണ്. അപ്പൊ 3000 രൂപ 55% ഡിസ്കൗണ്ടോടെ കൂടെ ഏകദേശം 1355 തോന്നുന്നു. ആ ഒരു പ്രൈസിനായിരുന്നു ഇന്നലെ വരെയൊക്കെ ആമസോണിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഏകദേശം 999 രൂപക്കാണ് സംഭവം ഓൺലൈനിൽ ലഭ്യമായിട്ടുള്ളത്. സംഭവം നമുക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തമാശ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വെറും ഒരു ചിരട്ട എന്ന് പറയുന്നത്. ഇതിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാ വില ഒന്നും കൊടുക്കാതെ ജസ്റ്റ് അടുക്കളയിൽ കിടന്ന ഒരു ചിരട്ടയാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊന്നല്ല, അത് ആദ്യം തന്നെ പറയണേ. അപ്പോ ഇതേപോലെ യാതൊരു യൂസ്ഫുള്ളും ഇല്ലാതെ യാതൊരു ഉപയോഗം ഇല്ലാതെ നമ്മൾ വെറുതെ തട്ടിക്കളയുന്ന ഒരു ചിരട്ടക്കാണ് ഏകദേശം 1355 രൂപയോളം. അപ്പോ ഇന്ന് ഞാൻ നോക്കിയപ്പോ ഏകദേശം 999 ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലൊക്കെ എന്താ പറയാ 1 രൂപ പോലും വില ഇല്ലാത്തൊരു സാധനത്തിനാണ് 999 രൂപ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഒരു കൗതുകമുള്ള ഒരു സംഗതി തന്നെയാണ്. ഏകദേശം 4.5 ഔൺസ് ആണ് ഈ ഒരു എന്താ പറയാ ചിരട്ടയുടെ വലുപ്പം എന്ന് പറയുന്നത്. നാച്ചുറൽ ഷെൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ ആമസോണിൽ വന്നിട്ടുള്ളത്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴത്ത് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. ഏത് നേരത്ത് വേണമെങ്കിലും പൊട്ടിപ്പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 10 ദിവസം വരെ റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷനുകളും ഒക്കെ ഈ ഒരു സംഗതിക്ക് ഉണ്ട്. നമ്മുടെ ഹെഡ് റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇങ്ങനെയൊരു എന്താ പറയാ ഒരു ഐഡിയ ആയിട്ട് നമ്മുടെ ആമസോണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ തന്നെ നിലവിൽ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അവർ ഓർഡർ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇത് എന്താണ് സംഭവം എന്നതിനെ കുറിച്ചിട്ടൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു തേങ്ങ നേരെ ഇങ്ങനെ കുറുകയാണ് മുറിക്കാറുള്ളത്. പക്ഷെ ആ ഒരു പിക്ചർ കണ്ടിട്ട് തോന്നുന്നു ഇങ്ങനെ വിലങ്ങനെ വെച്ച്, അതായത് ഇങ്ങനെ വെർട്ടിക്കലി മുറിച്ചിട്ടുള്ളതായിട്ടാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. ഏകദേശം 4.5 ഇഞ്ചാണ് ഇതിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത്. അപ്പോ യൂറോപ്യൻ കൺട്രീസിലാണെന്ന് തോന്നുന്നു ഈ ഒരു സംഗതികൾ ഉണ്ടാക്കുന്നത്. ഓർഡർ ചെയ്ത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ സംഭവം എന്താ പറയാ ഇന്ത്യയിലുള്ള ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വിൽപ്പനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് വളരെയധികം ഒരു കൗതുകം നിറഞ്ഞ അല്ലെങ്കിൽ വളരെയധികം തമാശ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അടിമാലിയിലുള്ള ആളുടെ പേര് ജിയോ ജോസഫ് എന്നാണ്. നമ്മുടെ എംഫോടെക്കിലെ ജിയോ ജോസഫ് അല്ല, വേറൊരാള്. അപ്പൊ മൂപ്പര് ഇതേപോലെ ഒരു ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഓൺലൈൻ കമ്പനിയിലുള്ള ഒരു കമ്പനിയത്തെ ഒരു ചുരിദാർ അദ്ദേഹം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു. ഏകദേശം 1000 രൂപയാണ് ഈ ഒരു ചുരിദാറിന്റെ വില എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഏകദേശം 1 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എങ്ങനെയാണ് ഒരു ചുരിദാർ ഓർഡർ ചെയ്തുകൊണ്ട് ഈ ഒരു 1 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുക എന്നുള്ളത്. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഓർഡർ ചെയ്തതിനു ശേഷം ഡിസംബർ 22 ഈ ഒരു ചുരിദാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സംഭവം അദ്ദേഹത്തിന്റെ കയ്യിലെത്തി. പക്ഷെ അത് അത്ര വലിയൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോ അവർ പറഞ്ഞു ക്യാഷ് എന്തായാലും തിരികെ തരാം, അതിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ ഒരു OTP വരും, ആ ഒരു OTP കൂടെ ഞങ്ങൾക്ക് തരണം.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ ഒരു സാധു, ഈ ഒരു പാവം ഇയാൾ ഇതേപോലെ തന്നെ OTP അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം എടുത്ത് കൊടുത്തു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഏകദേശം 97,500 രൂപ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയത് ഇവർ അറിയുന്നത്. അപ്പോ വീണ്ടും കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ എമൗണ്ട് ഡെബിറ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോ അവർ പറഞ്ഞൊരു മറുപടി തന്നത്, വേറെ ഏതെങ്കിലും ഒരു മിനിമം ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ അതിലേക്ക് വരുന്ന ഒരു OTP കൂടെ തന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് മുഴുവനായിട്ട് ഇപ്പോ പിടിച്ചിട്ടുള്ള മുഴുവൻ ക്യാഷും അതിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോ ഇയാള് വീണ്ടും ഒരു വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ ഏകദേശം 3000 രൂപയോളം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഇതിന്റെയും അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു OTPയും ഇയാള് ആ ഒരു കമ്പനിയിലെ അധികൃതർക്ക് കൈമാറി. പക്ഷെ അവിടെയും വേറൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ ഒരു അക്കൗണ്ടിൽ നിന്നും ഏകദേശം 2500 രൂപ വീണ്ടും ഡെബിറ്റ് ആയി. അപ്പൊ ചുരുക്കി പറഞ്ഞ സംഗതി വളരെ കോമഡിയാണ്. അപ്പൊ വീണ്ടും ഇവര് നിർത്തിയില്ല, വീണ്ടും ഇയാൾ കോൺടാക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിലൂടെ ക്യാഷ് പോയത് വെച്ചിട്ട് ഇയാള് വീണ്ടും കോൺടാക്ട് ചെയ്തു. അപ്പോ അവര് പറഞ്ഞു ഏകദേശം ഒരു 5000 രൂപ ബാലൻസ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൂടെ നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ ക്യാഷ് മുഴുവനായിട്ട് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ഈ ഒരു അക്കൗണ്ടിലേക്കൊന്നും ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇയാൾക്ക് ചെറുതായിട്ട് എവിടേക്കോ എന്തൊക്കെയോ ഒക്കെ കത്തി. അപ്പൊ ഇയാൾ നേരെ പോലീസിനെ വിവരം അറിയിച്ചു. അപ്പോഴാണ് സംഗതി തട്ടിപ്പാണ് എന്ന് മനസ്സിലായത്. അപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പോ നമുക്ക് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ എന്ന് പറയുന്നത്. ഈ OTP കൈമാറരുത് എന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സംഗതി എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് കൊടുത്തത് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് മുഴുവനായിട്ടൊന്നും പോവില്ല. പക്ഷെ ഈ ഒരു ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP അതാണ് ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. ഈ ഒരു OTP അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാഹചര്യം നമ്മളായിട്ട് തന്നെ അവർക്ക് ഒരുക്കി കൊടുക്കണം. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. OTP എന്ന് പറഞ്ഞ സാധനം ആർക്കും കൊടുക്കാതിരിക്കുക. ഇപ്പൊ എന്തിന്റെ തന്നെ ആയാലും ഒരു OTPയും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഇനി എന്താണ് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ഏകദേശം ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ചൈന ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഉപഗ്രഹം നമ്മുടെ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്നല്ല, ചന്ദ്രനിൽ ഈ ഒരു ഉപഗ്രഹം ഈ കുറച്ച് വിത്തുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പോയത്. ഈ ഒരു ഉപഗ്രഹത്തിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ചന്ദ്രനിലെ ഇരുണ്ട ഭാഗത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട ഭാഗത്ത് അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയാ ഉപഗ്രഹങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലാത്ത ഒരു ഭാഗത്താണ് ഈ ഒരു ഉപഗ്രഹം പോയി ഇറങ്ങിയിട്ടുള്ളത്. അതങ്ങനെ വെറുതെ പോയി ഇറങ്ങിയതല്ല, അങ്ങനെ ഇറക്കിയതാണ്. അപ്പൊ ഈ ഉപഗ്രഹത്തിന്റെ കൂടെ ഏകദേശം ഒരു 18 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ചെറിയൊരു പെട്ടിയിൽ കുറച്ച് വിത്തുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങ് പിന്നെ അതേപോലെ തന്നെ പരുത്തി അതുപോലുള്ള സംഗതികളൊക്കെയാണ് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കടുക് വർഗത്തിൽപ്പെട്ട എന്തൊക്കെയോ കുറച്ച് ചെടികളൊക്കെയാണ് ആ ഒരു ബോക്സിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ സംഭവം മറ്റൊന്നുമല്ല, അവിടെയും ഈ ഒരു സംഗതികളൊക്കെ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. പരുത്തി മാത്രമാണ് ഇപ്പോ നിലവിൽ മുളച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് ചന്ദ്രനിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ, ഈ ഒരു വിത്ത് മുളക്കുന്ന ഒരു പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പൊ സംഗതി എന്തൊക്കെയായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു തുടക്കമായിരിക്കുകയാണ്. ചിലപ്പോ ഇതിനൊരു പക്ഷേ ഒരുപാട് തരത്തിലുള്ള വിത്തുകളൊക്കെ എന്തായാലും കൊണ്ടുപോയിട്ട് ചന്ദ്രനിൽ നടാനുള്ള പരിപാടികളൊക്കെ ഭാവിയിൽ നടക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ കണ്ടുപിട്ടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, കണ്ടന്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴത്ത് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുപിട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.